ഇന്നത്തെ സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ കേരളം അതിദയനീയമായി പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ നിർണായക മത്സരത്തിൽ കേരളത്തിന് ദയനീയ തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. മുംബൈ തോൽപ്പിച്ച കേരളത്തിന് അതേ പ്രകടനം ആന്ധ്രാപ്രദേശിനെതിരെയും പുറത്തെടുക്കാനായില്ല. 6 വിക്കറ്റിൻ്റെ കനത്ത തോൽവിയാണ് കേരളം നേരിട്ടത്. ഇന്നത്തെ തോൽവി കേരളത്തിന് നോക്കൌട്ട് പ്രതീക്ഷയെ കാര്യമായി ബാധിക്കുകയും ചെയ്തു. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കേരളം 18.1 ഓവറിൽ 87 റൺസിന് എല്ലാവരും പുറത്താവുകയാണ് ചെയ്തത്. മറുപടി ബാറ്റിംഗിൽ ആന്ധ്ര വെറും 13 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. 42 പന്തുകൾ ശേഷിക്കുകയായിരുന്നു ആന്ധ്രയുടെ പടുകൂറ്റൻ വിജയം. 56 റൺസ് സ്കോർ ചെയ്ത ആന്ധ്രയുടെ ഭരതാണ് കളിയിലെ താരം. കേരളത്തിന് 3 ബാറ്റ്സ്മാൻമാർ മാത്രമാണ് രണ്ടക്കം കടന്നത്. ജലജ് സക്സേന 27 റൺസും അബ്ദുൽ ബാസിൽ 18 റൺസും MD നിതീഷ് 14 റൺസും നേടി. സഞ്ജു സാംസൺ 7 റൺസിനും മികച്ച ഫോമിൽ റോഹൻ കുന്നുമ്മൽ 9 റൺസ് എടുത്തും പുറത്തായി. കേരളത്തിന് മറ്റൊരു സൂപ്പർ താരമായ മുഹമ്മദ് അസ്ഹറുദ്ദീൻ നേരിട്ട ആദ്യ പന്തിൽ തന്നെ ക്രീസ് വിട്ടു. ആന്ധ്രയ്ക്ക് KV ശശികാന്ത് 3 വിക്കറ്റ് വീഴ്ത്തി. സുദർശൻ, സത്യനാരായണ രാജു, ബോധൽകുമാർ എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ ഓപ്പണർ ശിഖർ ഭരത് അർദ്ധ സെഞ്ചുറിയുമായി ആന്ധ്രയ്ക്ക് വിജയം സമ്മാനിച്ചു. പുറത്താകെ നിന്ന ഭരത് 33 പന്തിൽ 56 റൺസ് അടിച്ചെടുക്കുകയാണ് ചെയ്തത്. ബൗളിംഗിൽ കേരളത്തിനായി ജലജ് സക്സേന മാത്രമാണ് ഒരു ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. അദ്ദേഹം 3 വിക്കറ്റ് വീഴ്ത്തി. ഇതോടെ കളിച്ച 5 മത്സരങ്ങൾ വിജയിച്ച ആന്ധ്ര 20 പോയിന്റുമായി ഗ്രൂപ്പിൽ നിന്ന് നോക്കൌട്ട് യോഗ്യത ഏറെക്കുറെ ഉറപ്പാക്കി. അതേസമയം 16 പോയിന്റുമായി 3-ാം സ്ഥാനത്തുള്ള കേരളത്തിൻ്റെ നോക്കൌട്ട് പ്രതീക്ഷകൾ ഇനി ആന്ധ്രയുടെയും മുംബൈയുടെയും കൈകളിലാണ്. ആന്ധ്രയും മുംബൈയും തമ്മിലുള്ള മത്സരം വ്യാഴാഴ്ച 4:30-ക്കാണ് നടക്കുന്നത്. ആന്ധ്ര അവസാന മത്സരത്തിൽ നിലവിൽ 2ാം സ്ഥാനക്കാരായ മുംബൈയെ തോൽപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രതീക്ഷകൾ അതോടെ അവസാനിക്കും. കേരളത്തിനും മുംബൈക്കും 16 പോയിന്റ് വീതമാണുള്ളത്. എന്നിരുന്നാലും മുംബൈക്കാണ് കേരളത്തേക്കാൾ മികച്ച നെറ്റ് റൺ റേറ്റ്. മുംബൈയുടേത് +1.330യും കേരളത്തിൻ്റേത് +0.850യുമാണ്. അവസാന മത്സരത്തിൽ മുംബൈ ആന്ധ്രാപ്രദേശിനോട് നല്ലൊരു മാർജിനിൽ തോറ്റാൽ മാത്രമേ കേരളത്തിന് പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. സർവീസസ്, നാഗാലാൻഡ്, മുംബൈ, ഗോവ എന്നീ ടീമുകൾക്കെതിരെ വിജയിച്ച കേരളം ആന്ധ്രയോടും മഹാരാഷ്ട്രയോടും തോൽക്കുകയാണ് ചെയ്തത്. നിർണായക മത്സരത്തിൽ സഞ്ജുവും കേരളത്തിൻ്റെ ടോപ്പ് ഓർഡറും തീർത്തും നിരാശപ്പെടുത്തുന്ന പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.